ഇതേ ഈ അറ്റത്ത് കാണുന്നുണ്ട് നമ്മുടെ റിസോർട്ട്. വേറെ ഏത് വഴിയാടാ? അപ്പോൾ നമ്മളിതേ ബുക്ക് ചെയ്തേക്കണ റിസോർട്ട് എത്തിയിട്ടുണ്ട്, ഡ്രീം വാലി റിസോർട്ട്. ഇങ്ങോട്ട് വരാനായിട്ട് നല്ല ഓഫ് റോഡാണ് കേട്ടോ. റോഡ് ഫുള്ള് പൊളിഞ്ഞടക്കുകയാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. താഴേന്ന് തന്നെ പറയണ്ടായിരുന്നു ജീപ്പുകാർ, ഓഫ് റോഡാണ്, വണ്ടി പോകില്ല, ജീപ്പ് എടുക്കാം. പക്ഷെ നമ്മൾ കയറി പോന്ന്. വണ്ടി നല്ലതില്ലെങ്കിലും പ്രശ്നമാണ്. അതേ കുരങ്ങനൊക്കെ പോകുന്നുണ്ട് കേട്ടോ, വേണ്ട കുരങ്ങുണ്ട്. നൈസ് റിസോർട്ട് തന്നെ കേട്ടോ, നല്ല ആംബിയൻസ് ഉള്ള അടിപൊളി റിസോർട്ട്. നമുക്ക് വന്ന ഫസ്റ്റ് ഇംപ്രഷൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവർക്കും. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായില്ലേ? ഇനി ഞാൻ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടികൾ നോക്കട്ടെ. നല്ല കിടിലം വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ബിന്നാസ് എന്നുള്ള പേരിൽ. ഐ ഡി പ്രൂഫ് വരാം, ഒറ്റ മിനിറ്റ്. എന്ത് സാധനമാണ്? നെല്ലിക്കാരി ഇഷ്ടം. എടുത്തോ നൂറ്. കൊള്ളാം. ഇത് മറ്റേ കോട്ടക്കലിൽ നിന്ന് പറഞ്ഞ സെയിം സാധനം. പാർക്കിലോ? റൂം ഇട്ടെ എന്നിട്ട് പോയാ പോരെ? ഇല്ലല്ല, അവരോട് വൈനാന്ന് പറഞ്ഞാൽ മതി. എടാ വൈൻ വേണോ? ഓടിവാ, ആദ്യം ആരാധന അവർക്കുള്ളൂ, ഓടിവാ. നിങ്ങൾക്കില്ലാട്ടാ. ഷാക്കോണോ വൈൻ വേണോ? എടുത്തോ ഒരെണ്ണം. നൂറെടുത്തോ? എടുത്തോ നൂറ്. ഞാൻ കുടിക്കുവോ? എക്സ്പ്രഷൻ കാണട്ടെ എല്ലാവരെയും. ചേച്ചി എടുത്തിട്ട് പോന്നു, അത് ആവശ്യം വരും ഇനി. അതായിരിക്കും കുടിച്ചു നോക്കിയടി, എങ്ങനെയാണ്? നീ ഇതിനു മുമ്പ് വൈൻ കഴിച്ചല്ലേ? അടിക്കാണ്, ഒറ്റ വലിക്കാൻ അടിക്കാണ്. ചീസൊക്കെ അടിക്കണേ. ഇവള് കള്ളുടിച്ച്, ഇവള് ഭയങ്കര കള്ളുടിയാണ്ടാ. കള്ളുടിച്ച്. നിങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് നോട്ടെ. ഓ ഇതൊക്കെ എന്തല്ലേ? എന്തോ പിടിച്ചിട്ടോ ആള്. പെസ്റ്റിസൈഡ് ഒന്നും അടിക്കണ്ട, കിളി വന്ന് പറക്കിക്കോളും. അവൻ സ്ഥിരം വന്നതാടോ. ഇനി എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. ടൈം 8 മണി മുതൽ 10 മണി വരെ. ലഞ്ചോ ഡിന്നറോ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. മെനു റൂമിൽ വെച്ചിട്ടുണ്ട്. ഡിന്നറിൻ്റെ 6 മണിയാകുമ്പോഴത്തേനും ഓർഡർ എടുക്കാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ചോളൂ. അപ്പോൾ പറഞ്ഞാൽ മതി. 222 റെസ്റ്റോറൻറ്റ് നമ്പർ, 111 റിസപ്ഷൻ നമ്പർ. പൂളിൻ്റെ ടൈം രാവിലെ 7 മണി മുതൽ നൈറ്റ് 7 വരെയാണ്. 7 മുതൽ 8 വരെ കോമൺ ആയിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. ഓക്കെ. വൈഫൈ പാസ്വേഡ് ചെക്കൗട്ട് 11 മണിക്ക്. പൂൾ എവിടെയായിട്ടായിരിക്കും? പൂൾ അവിടെ ക്യാമ്പ് ഫയർ തൊട്ട് താഴെ ഡെയർ സ്റ്റെപ്പ് താഴെ. ഞങ്ങൾ നടന്ന് കണ്ടോളാം. ക്യാമ്പ് ഫയറിന് മുമ്പ് സെപ്പറേറ്റ് താഴെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പാർക്കിംഗ് അവിടെയാണ്. ഇൻഫിനിറ്റി പൂളാണോ? പാർക്കിംഗ് അവിടെയാണ്. പൂൾ അവിടെയാണ്. ക്യാമ്പ് ഫയറിന്റെ താഴത്താണ്. ചിൽഡ്രൻസ് പാർക്ക് അവിടെ തന്നെ ഉണ്ട്. ഇനി എന്താ അറിയണ്ടേ? ഇനി എന്താ അറിയണ്ടേ? നിങ്ങളെല്ലാം കണ്ടല്ലേ? മുറി ഇവിടെ കാണിച്ചു തരുമ്പോ. അപ്പോൾ ഇതേ റൂം വരുന്നത് ഇവിടെ ഇതുപോലെ ഒരു 3 റൂമായിട്ട് ഈ സൈഡിലും ഇതിൻ്റെ താഴെയായിട്ടാണ് ബാക്കി റൂംസ് വരുന്നത്. മേളിൽ വുഡൻ ഹെറിറ്റേജ് ആണ്. അപ്പോൾ അത് ഓൾറെഡി ഫിൽഡാണ്. നമുക്ക് 4 റൂം ഒരുമിച്ച് വേണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പോൾ ഇവിടെ 3 ഉള്ളൂ. ഇനി ഒരെണ്ണം താഴെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം കാണിച്ചു തരാം.
അകത്തേക്ക് കയറി വരുമ്പോൾ മതി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, ചെറിയൊരു കീപ്പോയി ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ TV കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ടേബിളുണ്ട്, ചെയറുണ്ട്, പിന്നെ ഗ്ലാസ്, വെള്ളം, കെറ്റിൽ, ആ വക സാധനങ്ങളൊക്കെ. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ബാൽക്കണി ഇവിടെ ഉണ്ട്, ബാത്റൂമും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ബാൽക്കണി കാണാം, എന്നിട്ട് ബാത്റൂമിലേക്ക് പോകാം. ഇവർ പറയുന്ന പോലെ തന്നെ നല്ല വാല്യൂ വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ബാൽക്കണി സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ വാല്യൂ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബാൽക്കണി എടുത്തത്. ബാൽക്കണി അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും പ്ലേറ്റ് ഓർത്ത് കിട്ടിയാൽ കുരങ്ങന്മാരെയൊക്കെ കാണാം. ഈ കുരങ്ങന്മാർ ഇവിടെ നിന്ന് കുറേ കുരങ്ങന്മാരെ കാണാം കേട്ടോ. അപ്പോൾ അതെ ഇത് ബാൽക്കണിയിൽ വിട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെ ആയിട്ട് കാണാനും പറ്റും. നമുക്കിനി നേരെ ബാത്റൂം വന്നിട്ട് വരാം. അപ്പോൾ അതെ ഇവിടെ ആയിട്ട് ഇതേ ഒരു മിററും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കുളിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്. അതുപോലെ ഇത് റൂമിൽ നിന്ന് കയറി വന്നേന്ന് ഒരു കോറിഡോർ എൻട്രി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായ ബാത്റൂമായിട്ട് തോന്നില്ല കേട്ടോ, എന്നാലും കൊള്ളാം, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമ്മളിത് നൂറിക്കും ഇഷാക്കും വേണ്ടിയിട്ട് പൂളിൽ ഇറങ്ങാനായിട്ട് മുങ്ങിപ്പോകാണ്ടിരിക്കാൻ മേത്തിരുന്ന ലൈഫ് ജാക്കറ്റ് പോലത്തെ സാധനം. അപ്പോൾ അത് നമ്മളത് കാറിൻ്റെ ഇൻഫ്ലേറ്റർ വെച്ചിട്ട് അപ്പോൾ അതെ ഒരാളുടെ സാധനം റെഡി ആണ് കേട്ടോ. ഇനി അടുത്ത ആളുടെ റെഡിയാണ്. എന്താടി? അല്ല ഇത് ശരിയാക്കണൊക്കെ മുമ്പ് നിന്റെ അടുത്ത് ആരാ പൂളി പോയി ചാടാൻ പറഞ്ഞേ? എന്നിട്ട് ഇവിടെ ഒന്ന് വരച്ചിട്ടെന്താ കാര്യം? ആര് ചാടിയതാണോ? അവന്മാര് വലിച്ചിട്ടതാണോ? എന്താ ചുണ്ടിങ്ങനെ വറക്കണേ? ഓടിപ്പോയി പൂളിൽ ചാടാൻ പറഞ്ഞാരാ? ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ചാടിയാ പോരായിരുന്നാ? ഇതിട്ട് തണുപ്പ് പോകുന്നില്ല, ഇതിട്ട തണുപ്പ് പോകുന്നില്ല. ഇത് മുങ്ങി പോകാണ്ടിരിക്കാനുള്ള സാധനം മാത്രമാണ്. ചൂടുവെള്ളോ? എടേ മാറി നാ ചൂടാക്കണ്ട അവിടെ നിന്ന്. നീ ചൂടാക്കണേണോ? ഇതെന്തത്? എടി മുങ്ങൂലാടി, വീണോടി. നീ മുങ്ങൂല, ധൈര്യമായിട്ട് കിടന്നോ. നീ കാല് കൈയാണ് വിട്ടേ, അപ്പുറത്തേക്ക് എടുത്തിട്ട്. അതെങ്ങനെയാ? എടി മറിയടി ജോറി, കുഴപ്പമില്ല, മറിഞ്ഞോ, ഒന്നും പറ്റൂല. നീ മറിഞ്ഞോ? ഒടുക്കതണിപ്പാ ചാടങ്ങട് ഒറ്റ പറയല്, അതോട്ട് സെറ്റാവും. ചാട്, ഒറ്റ ചാട്ടവും, ഒറ്റ ചാട്ടവും. എടാ എടച്ചേക്കായി നീട്ടാ, ഇങ്ങടല്ല അങ്ങട്, അങ്ങട് പോ. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ നിൽക്കല്ലേ? ചാടിക്കോ ചാടിക്കോ. ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ ആഴമാണ്, നീ അവിടെ പോയി ഇറങ്ങി. ഇതൊക്കെ റെയിൻകോട്ടോ? വെള്ളം പോയി പിടിക്കാൻ വെള്ളം പിടിക്കല്ലോ. എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്? വർക്കിച്ചൻ അവിടെ വെള്ളം, വർക്കിച്ചൻ അവിടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ആരാണ് ആരാണ് ആരാണ്? പ്രത്യേകിച്ച് ചാടിക്കോ, വാ ചാടിക്കോ ചാടിക്കോ. നീട്ടിക്കൊണ്ട് കുഴപ്പമില്ല, 1:16. ചിത്തു ചിത്തു സാഹസികമായി നീന്താൻ എനിക്കിതാണ് അറിയാവുന്നത്.
ഭാര്യ പുറകെ ഇത്തുവിനെ ഫോളോ ചെയ്തോണ്ട് അവന് പറ്റല്ല ആ ഞാൻ നീന്താ വർക്കിച്ചാ നീന്തറ എടാ ആദ്യം നീ നീന്താൻ പഠിക്കണം എന്നിട്ടല്ലേ നീ ആദ്യം പഠിക്കേ